രാഹുൽ മാങ്കൂട്ടത്തിൽ ടി വിയിലിരുന്ന് നേതാവായ ആൾ മോദിയുടെ നേതൃപാടവം എന്നെ ആകർഷിച്ചു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേർന്നു. ഡൽഹിയിലെ ബി.ജെ.പി ആസ്ഥാനത്തെത്തി പ്രകാശ് ജാവദേക്കറുടെ കയ്യിൽ നിന്നാണ് പത്മജ വേണുഗോപാൽ ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ പത്മജ സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം. ഒഴിവുള്ള ഗവർണർ സ്ഥാനം ബി.ജെ.പി നേതൃത്വം വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടുണ്ട്. കേരളത്തിൽ വലിയ മാറ്റം വരുന്നുവെന്നും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ചരിത്രം കുറിക്കുമെന്നും അംഗത്വം നൽകിയ ശേഷം പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുടെ തുടരെയുള്ള അവഗണനയാണ് തീരുമാനത്തിന് പിന്നിലെന്ന് പത്മജ വ്യക്തമാക്കിയിരുന്നു. വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിയുമായി അകൽച്ചയിലായിരുന്നുവെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടി വിടണമെന്ന് തീരുമാനിച്ചിരുന്നതായും അവർ പറഞ്ഞു. കോൺഗ്രസിൽ നിന്നും അവഗണന നേരിടുന്നുണ്ട്. നിരവധി തവണ ഹൈക്കമാൻഡിന് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിച്ചതാരാണെന്നറിയാം. 2-3 തവണ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. പരാതികളെല്ലാം ചവറ്റുകുട്ടയിൽ പോയെന്നാണ് തനിക്ക് ലഭിച്ച വിവരം. തന്നെ തോൽപ്പിച്ച ആൾക്കാരെ സ്വന്തം മണ്ഡലത്തിലെത്തിച്ചതോടെ അവിടെ പ്രവർത്തിക്കാൻ സാധിക്കാതായി. തനിക്ക് തൃശൂർ പോകാൻ പറ്റാതെയായിരുന്നു. പാർട്ടിയിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുപോയാലോ എന്ന് വരെ വിചാരിച്ചു. സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകരെ കുറിച്ച് ആലോചിക്കുമ്പോൾ മാനസിക ബുദ്ധിമുട്ടുണ്ട്. അച്ഛൻ പാർട്ടി വിട്ടപ്പോൾ പോലും താൻ പാർട്ടി വിട്ടില്ല. പ്രവർത്തകരിൽ പലരും വിളിച്ച് താൻ ഒറ്റയ്ക്കല്ലെന്ന് പറഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. മോദി വളരെ ശക്തനായ നേതാവാണ്. അതിനാലാണ് ബി.ജെ.പിയിൽ ചേർന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവും നേതൃപാടവവും എന്നും ആകർഷിച്ചിരുന്നു. ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ലെന്നും പത്മജ വ്യക്തമാക്കി. വയനാട്ടിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ അത്തരത്തിലുള്ള സംസാരമുണ്ടായിട്ടില്ല എന്നായിരുന്നു അവരുടെ മറുപടി.